എടി സൽഫീക്കറേ ഇവിടെ വാ. അന്നെ കൊണ്ട് ഞാൻ തത്ത പറയിപ്പിച്ചാ എപ്പ പറയിപ്പിച്ചാടാ. ഇവിടെ വാന്ന്. രക്ഷപ്പെട്ടുക്കണു, അല്ലെങ്കിൽ എന്റെ പോറ ഞാൻ പൊളിച്ചിരുന്നു. ചെറുക്ക ഇതിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിക്കണ്ട. മിണ്ടാതിരിക്കല്ലേ അവിടെ. ഒരു ചെറിയ കുട്ടിയല്ലേ, ഓൾക്ക് എന്താ അറിയാനാ? എന്തിനു നീലജ് ഇതൊക്കെ പൊറുക്കി വരുന്നത്? അല്ലാതെ അങ്ങനത്തെ പണിനൊക്കെ കൊടുക്കുന്നില്ലോ. കൊടുക്കുന്നില്ലോ ഓൽക്കങ്ങട്ടെ പെറുക്കട്ടെ പോലെ. അവരൊരു പണി കൊടുക്കണവർ വന്നിരിക്കണം. ഇപ്പൊ നീര് കാരണം ഇജ്ജ് അടിന്ന് രക്ഷപ്പെട്ടുക്കണോ? അല്ലടാ, ഞാനേ അന്നൊരു കൊട്ടയിൽ തലമ വെച്ചിട്ട് നടക്കാം. എനിക്കോ ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. അപ്പൊ നമുക്ക് എണ്ണാൻ തുടങ്ങിയാലോ? എന്നല്ലേ ഇപ്പൊ ശരിയാക്കി തരാം.
മമ്മി ഇപ്പോഴും മേലൊന്നും ചൊറിച്ചിൽ മാറിയിട്ടില്ല. മമ്മി ചിലപ്പോഴേ ഇവളായിരിക്കും ആ പാറക്കുട്ടിക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തത്. ഇല്ല ചെറിയമ്മേ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓ തുടങ്ങി. ഇല്ല ചെറിയമ്മേ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നേരെ നനച്ചു കൊടുക്കടി ആ ചെടിയൊക്കെ. മമ്മി നമുക്ക് ഇവൾക്കും പാറക്കുട്ടിക്ക് ഒരു പണി കൊടുത്താലോ? നിക്കുമോളെ, ഡുണ്ടുമോളൊന്ന് വരട്ടെ, എന്നിട്ടല്ലേ ബാക്കി. അവള് വന്നാലേ നമ്മളൊന്നും പണി കൊടുക്കേണ്ട ആവശ്യമില്ല, അവള് തന്നെ എണ്ണത്തി കൊടുത്തോളും. ആ ചെടിയുടെ നാല് പുറമുള്ള വേണ്ടാത്ത പുല്ലൊക്കെ പറിച്ചു കളയടി. പറഞ്ഞ ജോലി മാത്രം ചെയ്തോളും, വേറെ ഒന്നും ചെയ്യരുത്. മമ്മി നോക്ക് മമ്മി, ആരാ വന്നിരിക്കുന്നേന്ന്? മണിമോളെ. എത്ര നേരമായെന്നറിയോ അവള് കാത്തിരിക്കുക. ഇവിടെ തന്നെ നിൽക്കാതെ കേറി വാ. ഇനി കേറിയെന്നല്ലേ മണിമോളെ ഞാൻ. റൂബി, നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒന്നുമില്ല ചേച്ചി, ഈ പെണ്ണെന്താ ഇപ്പഴും ജോലിയൊന്നും ചെയ്യുന്നില്ലേ? ഓ അതിന്റെ കാര്യമൊക്കെ പറയാതിരിക്കുന്നതാ ഭേദം. മണിമോളെ, അവളെ നമുക്കൊന്ന് മരിക്കി എടുക്കണ്ടേ? പിന്നെ വേണല്ലോ, ഞാൻ നീ വരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. എന്റെ കഷ്ടകാലം തുടങ്ങി. എന്താണ് നിനക്ക് ഞങ്ങളെ ഒന്നും കണ്ടിട്ട് സന്തോഷമില്ലാത്തെ? ഓ ആ നശിച്ച പെണ്ണ് അങ്ങനെ തന്നെയാ റൂബി. ആ പെണ്ണിന്റെ മുത്തശ്ശന് മാത്രമേ ഈ വീട്ടിൽ പറ്റുള്ളൂ, ഞങ്ങളെ ഒന്നും പറ്റില്ല. അങ്ങനെയൊന്നുമില്ല ചെറിയമ്മേ, എനിക്ക് എല്ലാവരും ഇഷ്ടാ. അതിനിപ്പോ നിന്റെ ഇഷ്ടം ആർക്ക് വേണടി? മമ്മി, അവളുടെ മുഖത്തിന് മാറ്റമില്ലല്ലോ ഇപ്പോഴും. അതെങ്ങനെ മാറാനാടി? അവൾക്ക് നമ്മൾ വന്നത് ഒട്ടും പേടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഡുണ്ടുമോളെയൊക്കെ നല്ല ഇഷ്ടാ. ആണോ? നല്ല ഇഷ്ടാണോ? ആണ്, ഞാൻ സത്യം പറഞ്ഞത്, എനിക്ക് എല്ലാവരെയും നല്ല ഇഷ്ടാ. ഓഹോ, എന്നാ ചേച്ചി അവൾക്ക് ഞങ്ങൾ വന്നത് പ്രമാണിച്ച് എന്ത് ജോലിയാ കൊടുക്കുക? നീ പറയടി, അവൾക്ക് എന്ത് ജോലി കൊടുക്കണമെന്ന്. പറയട്ടെ ചേച്ചി. പറ ആന്റി, നല്ല ജോലി തന്നെ കൊടുക്ക്. മമ്മി ഞാൻ പറയട്ടെ? പറയണമോളൂ. നീ റെഡി ആയിരുന്നോ ജോലി ചെയ്യാനായിട്ട്? ഇനിയിപ്പോ ഇവര് പറയുന്ന ജോലി കൂടി ചെയ്തിട്ട് എന്റെ നാട് ഒടിഞ്ഞത് തന്നെ. എന്താണ് നീ മിണ്ടാൻ നിൽക്കുന്നേ? നീ അവര് പറഞ്ഞ ജോലിയൊന്നും ചെയ്യില്ലേ? അത് ഞാൻ ചെയ്തോളാം ചെറിയമ്മേ. ദാ കണ്ടോ, എന്ത് പറഞ്ഞാലും ഈ ഒരു മറുപടി ഉള്ളൂ അവൾക്ക്. എന്നാലേ മുത്തേ, എന്റെ ഡ്രസ്സിന്റെ പെട്ടികളെല്ലാം എടുത്തേ എനിക്കായിട്ടുള്ള റൂമിൽ കൊണ്ടുപോയി വെച്ചേ. ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. എപ്പോ വെച്ചോളാമെന്നാ? ഇപ്പൊ തന്നെ കൊണ്ടുപോയി വെക്കണേ. ചേച്ചി ഇവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു കേട്ടോ. കൊച്ചമ്മക്ക് ഞാനൊന്ന് ഇഷ്ടപ്പെടിപ്പിച്ച് കൊടുക്കാം. ഡുണ്ടു വാടി, നമുക്ക് റൂമിലേക്ക് പോവാം. റൂബി, നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വാ. വരുന്നു ചേച്ചി, ഞാനേ ഇവിടേക്കൊന്ന് കാണട്ടെ, കുറെ ആയില്ലേ കണ്ടിട്ട്. നോക്കി നിൽക്കാതെ വേഗം കൊണ്ടുപോയി വെക്കടി അവന്റെ പെട്ടികളൊക്കെ. ഞാൻ എടുക്കാൻ പോവാന്ന് ചെറിയമ്മേ. റൂബി, നീ ആ കൊച്ചിനെ വിളിച്ചോണ്ടേ അകത്തേക്ക് വാ, അവിടെ വെയിൽ കൊണ്ട് നിൽക്കല്ലേ. അതെ അതെ ഡുണ്ടു വാടി, നമുക്ക് വെയിലറിയട്ടെ, പുറത്ത് കൂടെ വന്ന് നോക്കാം. സൂക്ഷിച്ച് കൊണ്ടുപോയി വെക്കേട്ടോ, അതിലെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങളാ, താഴെ വീഴില്ലേ. ഓ അങ്ങനെയൊന്നും പറയില്ലേ ആസത്തിനോട്, എന്നാൽ അവൾ മനഃപൂർവ്വം തള്ളിയിട്ട് കളയും. എന്നാലേ അവൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിലേ അവളവൻ തള്ളിടട്ടെ, അല്ലേ ഡുണ്ടുമോളെ? അല്ല പിന്നെ. നേരെ സൂക്ഷിച്ച് കൊണ്ടുപോ. പെട്ടെന്ന് വന്നേക്കേ, അവിടെ പോയിട്ടേ കിടക്കാൻ നിൽക്കണ്ട. പറയാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണക്കാരിയാ. അനങ്ങി പോയി കിടന്നോളൂ അവള്, ഒരു ജോലിയും ചെയ്യില്ല. അതൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാണ്ടി. അതെ അതെ, ഇനി എനിക്ക് ഡുണ്ടുമോള് കൂടെ ഉണ്ടല്ലോ കൂട്ട്. രണ്ടുപേരും കൂടി അതിന്റെ പണി തീർക്കും. ഇപ്പഴാ എന്റെ മോളും എന്റെ കൂട്ടായത്. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും പാറക്കുട്ടിയുടെ കൂടെയാ. ഒരു കല്ലു എന്ന് പറഞ്ഞ ഒരു പെണ്ണുമുണ്ട്. ഒരു വൃത്തികെട്ട കുട്ടികളാണ് അവര്. ഇനി ഞങ്ങൾ ഒന്നിച്ചല്ലേ ആന്റി, പിന്നെന്തിനാ ആന്റി പേടിക്കുന്നേ?